സാർ, ഈ കഴിഞ്ഞ ദിവസവും ജി സുധാകരനുമായി ബന്ധപ്പെട്ട് വലിയ വിഷയം ഉണ്ടായിട്ടുണ്ട്. ട്രോളോട് ട്രോൾ എന്ന് പറഞ്ഞ തീരില്ല. ആലപ്പുഴ നീർക്കുന്നം സ്കൂളില് ജി സുധാകരനും CPM പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയാണ്. നീർക്കുന്നം സ്കൂളിലെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് തർക്കമുണ്ടാകുന്നത്. അദ്ദേഹം അവിടെ ചെല്ലുന്നു, കുത്തിയിരിപ്പ് സത്യാഗ്രഹമൊക്കെ നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ പാർട്ടിക്കാര് ജി സുധാകരനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പാർട്ടിയിൽ നിന്ന് എല്ലാം നേടിയിട്ടാണ് സാറ് പോയത്. മുമ്പ് തങ്ങളെ കൊണ്ട് സാറേ എന്ന് വിളിപ്പിച്ചിരുന്നതാണ് എന്നുള്ളത് ഇത് പറയുന്നയാള് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്, വിളിപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ താൻ 25,000 വോട്ടിനാണ് ജയിച്ചത് എന്നൊക്കെയാണ് ജി സുധാകരന്റെ മറുപടിയും വരുന്നത്. അതിനുശേഷം സലാമിന്റെ പ്രസ്താവന വരുന്നുണ്ട്. ഇതെല്ലാം ചേർന്നിട്ട് ജി സുധാകരൻ ഒരു പൊങ്കാലയാണ്. സത്യത്തിൽ ഇങ്ങനെ ഇത്രയും മുതിർന്ന ഒരു നേതാവിന് നേരെ ഇത് ഇങ്ങനെയൊക്കെ പറയാമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പിന്നെയുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. ഇതിനെ സാർ എങ്ങനെയാ നോക്കിക്കാണുന്നത്? യഥാർത്ഥത്തിൽ ജി സുധാകരൻ പാർട്ടി വിട്ടു പോവുകയും UDFന്റെ പിന്തുണയോടെ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്ത ഘട്ടത്തിൽ അവിടെ സിറ്റിംഗ് MLA സലാം ആണ് അവിടെ എതിർ സ്ഥാനാർത്ഥിയായി വന്നിരുന്നത്. അത് തന്നെ CPMന് സഹിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. കാരണം ജി സുധാകരൻ CPMനകത്ത് ഇപ്പൊ മറ്റു പല നേതാക്കൾക്കുമെതിരെ വലിയ ആരോപണം, അഴിമതി, മയക്കുമരുന്ന് വരെ വരുന്നു. ആ ഘട്ടത്തിൽ ഒരാരോപണവും ജി സുധാകരനെതിരെ ഉന്നയിക്കാൻ ഒരു കാലത്ത് പ്രതിപക്ഷത്തിനും കഴിഞ്ഞിട്ടില്ല. CPMൽ ഇരിക്കുമ്പോൾ കോൺഗ്രസിൽ ഇരിക്കുമ്പോൾ CPMനോ കഴിഞ്ഞിട്ടില്ല. വളരെ എഫിഷ്യന്റ് ആയ ഒരു മന്ത്രി എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെ എല്ലാവരും കാണുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായവും ഉണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞതുപോലെയുള്ള അദ്ദേഹത്തിന് വല്ലാതെ ആക്രമണം വരുമ്പോൾ ഒരു മനുഷ്യൻ പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ചും പ്രായം കൂടുമ്പോൾ ആളുകളുടെ പ്രതികരണം മാറും. അദ്ദേഹം പിന്നെ ആരുടെ മുമ്പിൽ തലകുനിക്കുന്ന ഒരാളല്ല, വിട്ടുവീഴ്ച ചെയ്യുന്ന ആളല്ല. താൻ ഇപ്പോഴും ഇടതുപക്ഷക്കാരനാണ്, കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് സുധാകരൻ. ആ സുധാകരനെ സുധാകരന്റെ പ്രശ്നം അമ്പലപ്പുഴ മാത്രമായിരുന്നില്ല. നമ്മൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കണ്ടു. വ്യാപകമായി ആലപ്പുഴയടക്കം കായംകുളത്ത്, അരൂര് ഒക്കെ തന്നെ സുധാകരന്റെ, കുട്ടനാട്, ഇതൊക്കെ തന്നെ സുധാകരന്റെ സ്വാധീനം UDFന്റെ ഭൂരിപക്ഷം വളരെ കൂട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആലപ്പുഴയോ ഒന്നും ജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. ഒരുപക്ഷെ ആ സ്ഥാനാർത്ഥിയുടെ പ്രത്യേകതയൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും കുട്ടനാട് ഗംഭീരമായ ഭൂരിപക്ഷത്തിലാണ് കുട്ടനാട് ജയിക്കുന്നത്. അത്ര വലിയ കാൻഡിഡേറ്റ് ഒന്നുമല്ല കുട്ടനാട് UDFന്റെ, എന്നിട്ടും ജയിക്കുന്നത്. അപ്പൊ സുധാകരന്റെ സ്വാധീനം വളരെ കാര്യമായി ഉണ്ട് എന്നത് വളരെ പ്രധാനം. സുധാകരന്റെ സ്വാധീനം CPM അണികളിൽ ഉണ്ടാക്കുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവർ UDFനോട് കൂടുതൽ അടുക്കുന്നു, അല്ലെങ്കിൽ പാർട്ടിക്ക് എതിരാവുന്നു. രണ്ട്, സുധാകരൻ നേരത്തെ പറഞ്ഞതുപോലെ കറകളഞ്ഞൊരു വ്യക്തിത്വമാണ് എന്നത് തന്നെ മറ്റ് നേതാക്കളുമായി താരതമ്യം ചെയ്യാൻ പലപ്പോഴും. സുധാകരൻ പല സ്ഥാനങ്ങളിൽ വരുന്നുണ്ട്, പാർട്ടി പല സ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട്. സുധാകരൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പാർട്ടി സ്ഥാനം കൊടുത്ത പലരും നന്നായി ചെയ്തിട്ടില്ല. അവരൊക്കെയാണ് ഇപ്പൊ തോറ്റുപോയത്. കഴിഞ്ഞ മന്ത്രിസഭയിലെ 13 മന്ത്രിമാർ തോൽക്കുന്നത്, അതിൽ CPM മന്ത്രിമാർ ഒക്കെ സ്ഥാനം കൊടുത്തവരാ. പിന്നെ ഒരാൾക്ക് സ്ഥാനം കൊടുത്തു എന്ന് പറയുന്നത് സുധാകരനായതുകൊണ്ട് കൊടുത്തതാണ്. അവിടെയാണ് സുധാകരൻ ജനങ്ങൾക്ക് ആക്സെപ്റ്റബിൾ ആണെന്നുള്ളതുകൊണ്ട് പാർട്ടികളെ നിർത്തണേ. അല്ലെങ്കിൽ പാർട്ടി നിർത്തൂല്ലോ. വേറെ പല നേതാക്കളെയും പാർട്ടി നിർത്തിയില്ലല്ലോ. നിർത്തിയ പാർട്ടി നേതാക്കളെ ജനങ്ങൾ ജയിപ്പിച്ചില്ലല്ലോ. അപ്പൊ ഇപ്പൊ പൊതുവെ തന്നെ CPMനകത്തുള്ള ഒരു സംഘർഷമുണ്ട്. ആ സംഘർഷത്തിൽ നിലവിലുള്ള നേതൃത്വത്തിനെതിരെ, അത് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും, ആലപ്പുഴയിൽ ജില്ലാ നേതൃത്വവും പൊതുവെ സംസ്ഥാന നേതൃത്വത്തിനെതിരായി വരുന്ന വലിയൊരു വികാരമുണ്ട്. MP ഗോവിന്ദനെ എതിരായി സുധാകരൻ പറയുന്ന കുറെ കാര്യങ്ങൾ. MP ഗോവിന്ദനെ വളരെ പരസ്യമായിട്ടാണ് വെല്ലുവിളിച്ചത്. സുധാകരൻ വർഗവഞ്ചകനാണെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ വർഗവഞ്ചകൻ MP ഗോവിന്ദനാണ് എന്ന് സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ തൊഴിലാളി വർഗത്തെ വഞ്ചിച്ചിട്ടാണ് നിങ്ങൾ LDF പ്രവർത്തിച്ചത്, അതുകൊണ്ട് നിങ്ങളെ വർഗവഞ്ചകൻ. തൊഴിലാളി വർഗത്തെ വഞ്ചിച്ച പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയിൽ. മാത്രമല്ല, സുധാകരനോട് മാർക്സിസം പറഞ്ഞ് ജയിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം അത്ര അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള ഒരു നേതാവാണ് സുധാകരൻ. അതുകൊണ്ട് അദ്ദേഹത്തിനോട് താത്വികമായി നിന്ന് പോരാടാൻ പറ്റില്ല, ജനകീയമായി നിന്ന് പോരാടാൻ പറ്റില്ല. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ആക്ഷേപിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരിക്കൽ അദ്ദേഹത്തെ പറ്റി സലാം പറഞ്ഞല്ലോ, പിണറായി വിജയന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ വാറഴിക്കുന്ന പണി ചെയ്യാൻ ആളുണ്ടല്ലോ, അവരുടെ പോലെ യോഗ്യത എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ സലാമിനെ കുത്തിയിട്ട് തന്നെയാണ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വലിയ തോതിൽ വർഗീയമായ ഒരു വിഭജനം ഉണ്ടാക്കാനൊക്കെ ശ്രമം നടന്നിരുന്നു. പക്ഷെ സുധാകരൻ അതൊന്നും വകവെച്ചില്ല. അതേ പറഞ്ഞു, എനിക്ക് മുസ്ലിം പ്രദേശത്തും ഹിന്ദു പ്രദേശത്തും എല്ലാ സ്ഥലത്തും വോട്ട് കിട്ടും,
അദ്ദേഹം പറഞ്ഞ ശരിയായിരുന്നു. അതെ എല്ലാ ബൂത്തുകളിലും അദ്ദേഹത്തിന് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം കിട്ടി. അദ്ദേഹത്തിന് കിട്ടിയെന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല മണ്ഡലങ്ങളിലും സുധാകരന് ഇഫക്റ്റ് ഉണ്ടായി. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഏത് വിധേനയും സുധാകരനെ വ്യക്തിഹത്യ ചെയ്യുക എന്നത് അവരുടെ ഒരു ടാർഗറ്റാണ്. എന്നാൽ അതിന് യോഗ്യതയുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ടോ? അതുമില്ല. അതൊരു പ്രശ്നമുണ്ട്. അപ്പൊ CPM-നകത്ത് മറ്റു പലതരത്തിൽ രൂപപ്പെട്ടു വരുന്ന നേതൃത്വത്തിനെതിരായ വികാരത്തിന്റെ പ്രതിരൂപമായി സുധാകരൻ വരുന്നു എന്ന തോന്നൽ അവർക്കുണ്ട്. ആ തോന്നൽ പാർട്ടിയെ വല്ലാതെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. സുധാകരൻ സ്വതന്ത്ര വ്യക്തിയാണ്. UDF-ന്റെ പിന്തുണയോട് വിജയിച്ചു. സുധാകരൻ പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റാണ്, ഇന്നും കമ്മ്യൂണിസ്റ്റാണ്. കമ്മ്യൂണിസ്റ്റ് ആയ ഒരാൾക്ക് എന്താ ഒരു ഇവരുടെ പിന്തുണ ജയിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ സുധാകരൻ ചോദിച്ച വളരെ ലളിതമായ ചോദ്യമുണ്ട്. കേരളത്തിന് പുറത്തൊക്കെ മാർക്സിസ്റ്റുകാർ ജയിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയാണ്. തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ പിന്തുണ, രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ പിന്തുണ, പിന്നെ 4 MP-മാരിൽ 3 MP-മാരും ജയിച്ചിട്ടുള്ളത് കോൺഗ്രസ് പിന്തുണയോടെയാണ് പാർലമെന്റിൽ ഇരിക്കണേ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ പിന്തുണ നേടി എന്നത് ഞാൻ എന്നെ കമ്മ്യൂണിസ്റ്റ് അല്ലാതാക്കുന്നില്ല. ഇത് ഇപ്പോ CPM-കാർക്ക് നേരിടാൻ വലിയ വിഷമം. സുധാകരനെ നേരിടുന്ന എളുപ്പമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ മാതിരിയുള്ള വ്യക്തിപരമായ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം പറയുക, അദ്ദേഹത്തിന് പൊങ്കാലയിടുക. ഇപ്പോ ഈ CPM സഖാക്കൾ, സൈബർ സഖാക്കൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, അവര് പൊങ്കാലയിട്ട് ജനങ്ങൾ അവരുടെ പൊങ്കാല അംഗീകരിക്കുന്നില്ല. നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇവരാർക്കൊക്കെ എതിരെ പൊങ്കാലയിട്ടവരൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. സതീശനെതിരെ എന്തൊക്കെ കാലമായി പ്രവർത്തിക്കുന്നു നുണേഷൻ എന്നൊക്കെ പറഞ്ഞു. ഇവര് സതീശൻ പറയുന്ന മാതിരി എന്റെ PR ക്യാമ്പയിൻ അവരെ ഏൽപ്പിച്ചിരിക്കുക, CPM-കാരെ ഏൽപ്പിച്ചിരിക്കുകയെന്ന്. ഒന്നും ഏശിയില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഇവർ എന്തൊക്കെ പറഞ്ഞു, ഒന്നും ഏശിയില്ലല്ലോ. ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആരാ നുണ പറയുന്നതെന്നൊക്കെ ജനങ്ങൾ നല്ല ബോധ്യമുള്ളതുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തത്. അപ്പൊ ഇവര് ഡൊണേഷൻ ഇവര് പറഞ്ഞാൽ ഇവരാണ് നുണ പറയുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുപോലെ തന്നെ സുധാകരനെതിരെ വ്യക്തിഹത്യക്കുള്ള ശ്രമം നടത്തിയാൽ സുധാകരനെ തോൽപ്പിക്കുക എളുപ്പമല്ല എന്ന് CPM-കാർ മനസ്സിലാക്കിയാൽ നിന്ന് അവര് സ്വയം കറക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അവര് കറക്റ്റ് ചെയ്തിട്ട് സുധാകരനോട് ഒപ്പെത്താനാണ് നോക്കണ്ടത്. കാരണം സുധാകരൻ മോശക്കാരൻ, അതുകൊണ്ട് ഞങ്ങൾ നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ഈ പിണറായിയുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ മറ്റേ സ്തുതിപാടലിന്റെ മറ്റൊരു രൂപമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് സുധാകരനെ പോലെ ഇത്രയും മുതിർന്ന ഒരു നേതാവിന് ഒരിക്കലും കഴിയില്ല. അദ്ദേഹം സാറ് പറഞ്ഞതുപോലെ അമ്പിനും വില്ലിനും നടക്കില്ല. അദ്ദേഹത്തിന്റെ വഴിയെ മാത്രം പോയിട്ടുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അത് തന്നെയാ പറഞ്ഞു. ഇപ്പൊ നീർക്കുന്ന സ്കൂളിലെ കാര്യമായാലും അദ്ദേഹം സത്യാഗ്രഹിക്കും. തെറ്റായ ഒരു കാര്യം അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം സത്യാഗ്രഹിക്കും. CPM-ന് എങ്ങനെയാ അതിനെ എതിരിടാൻ പറ്റുക? അപ്പൊ പ്രശ്നം സുധാകരനെ ഇപ്പോഴും പാർട്ടിക്ക് മനസ്സിലായിട്ടില്ല. സുധാകരന്റെ ഇഫക്റ്റ് എന്താണെന്ന് പാർട്ടിക്ക് ഇപ്പോഴും ബോധ്യം വന്നിട്ടില്ല. സുധാകരനെ ഇല്ലാണ്ടാക്കി, സുധാകരനെ തെറി വിളിച്ചാൽ പാർട്ടിയുടെ അണികളൊക്കെ തിരിച്ചു വരുന്നതാണ് ഇവരുടെ വിചാരം. ഒരിക്കലും ഉണ്ടാവില്ല. അതാണ് CPM മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സുധാകരന് ജനങ്ങളുടെ കയ്യിൽ ഒരു അംഗീകാരമുണ്ട്. ആ അംഗീകാരം സുധാകരൻ ഇത്രയും കൊല്ലം പ്രവർത്തിച്ചു വന്നതിന്റെ ക്യാപിറ്റലാണ്. നേരെ മറിച്ച് ആ ക്യാപിറ്റലിന് തുല്യമായ ഒരു ക്യാപിറ്റൽ വെക്കാൻ കേരളത്തിൽ പിണറായി വിജയന് പോലും അങ്ങനെ ഒരു ക്യാപിറ്റൽ ഇല്ല. അഴിമതിയുടെ ഒരു കറ പുരളാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇത്രയും കൊല്ലം PWD മിനിസ്റ്റർ, ദേവസ്വം മിനിസ്റ്റർ ഒക്കെ ആയിരുന്ന ആളാണ്, സഹകരണ മന്ത്രി ഒക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ ഒന്നും പറയാനില്ല. അപ്പോ അത് നേരെ മറിച്ച് CPM-ലെ പല മന്ത്രിമാർക്കെതിരെയും CPM-ലെ പല നേതാക്കൾക്കെതിരെയും അവരുടെ മക്കൾക്കെതിരെയും ഒക്കെ വലിയ ആരോപണം വരുന്ന ഒരു ഘട്ടത്തിൽ സുധാകരൻ എന്ന വ്യക്തിക്ക് നേരിടാൻ CPM-ന് വേറെ വഴി നോക്കേണ്ടി വരും എന്നാണ് ഞാൻ നോക്കുന്നത്.